നമസ്കാരം. വി.ഡി. സതീശനെ കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താന്റെ സ്വഭാവമാണെന്ന് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. എം എം മണി. നാവെടുത്താൽ വിവാദം, പ്രസംഗിച്ചാൽ പ്രതിഷേധം. എം എം മണി വീണ്ടും അതേ പാതയിൽ തന്നെ. മുഖ്യമന്ത്രിയെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആളെന്ന് വിശേഷിപ്പിച്ച മണിയാശാൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത് ആദ്യമാണോ? വെടിവെച്ച കഥ മുതൽ കെ രമ, പെമ്പിളെ ഒരുമേ, വോട്ടർമാർ, വനം മന്ത്രി, വിവാദങ്ങളുടെ നീണ്ട ചരിത്രം ഒരിക്കൽ കൂടി നമുക്കൊന്ന് നോക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തി ഒരിടവേളയ്ക്ക് ശേഷം രംഗത്ത് വന്നിരിക്കുകയാണ് CPM നേതാവ് എം എം മണി. കണ്ടാൽ സുന്ദരനാണെങ്കിലും ചെകുത്താന്റെ സ്വഭാവമാണെന്നും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആളാണെന്നുമാണ് മണിയാശാന്റെ വാക്കുകൾ. വി.ഡി. സതീശന്റെ അത്രയും നയവഞ്ചകരില്ല. ചിരി കണ്ടാൽ വീണുപോകും, പക്ഷേ ഒന്നാന്തരം തട്ടിപ്പുകാരനാണെന്നും മണി വിമർശിച്ചു. മൂന്നാറിൽ നടന്ന പൊതുപരിപാടിയിലായിരുന്നു മണിയാശാന്റെ ഈ പരാമർശം. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അച്യുതാനന്ദന്റെ ഗവൺമെന്റും പിണറായി വിജയന്റെ ഗവൺമെന്റും നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനം, പാർപ്പിട പദ്ധതി, തൊഴിലാളിക വേതനം, പെൻഷൻ, 62 ലക്ഷം പേർക്ക് നൽകിയ പെൻഷൻ, സ്ത്രീകൾക്ക് നൽകിയ ആനുകൂല്യം, പ്രിയമുള്ളവരെ എല്ലാവർക്കും സൗജന്യമായി ഇപ്പൊ ഊട്ടി പാലം കടത്തുവെന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് പറഞ്ഞാണ് അധികാരത്തിൽ വന്നതെങ്കിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഭരണാധികാരി ഇത്രയും വലിയ നയവഞ്ചകരില്ല എന്ന കാര്യം ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന, കണ്ടാ സുന്ദരനാണെങ്കിൽ പോലും ഉള്ളിൽ ചെകുത്താന്റെ സ്വഭാവമാണ് അദ്ദേഹത്തിനുള്ളതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അവിടെ മധുര മനോഹരമായി നന്നായി ചിരിക്കും. വെളുത്ത ആളാണ്, കണ്ടാൽ ചിരി കണ്ടെന്ന വീണുപോകും. പക്ഷേ ഒന്നാന്തരം തട്ടിപ്പുകാരനായ ആണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽപ്പെട്ടേക്ക് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സഖാബ് ഇക്കായുടെ സ്മരണ കൊടുക്കുമ്പോൾ ദേശീയ തലത്തിൽ BJPയുടെ ഗവൺമെന്റിനെതിരെ, നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തുന്ന വെല്ലുവിളിക്കെതിരെ, ഹിന്ദുവർഗീയവാദത്തിനെതിരെ പൊരുതുന്നതോടൊപ്പം കേരള സംസ്ഥാനത്ത് വി.ഡി. സതീശന്റെ ഗവൺമെന്റ് നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ നടപ്പിലാക്കിയ ക്ഷേമ പ്രവർത്തനം തകർക്കാൻ വി.ഡി. സതീശന്റെ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുക, പോരാടുക എന്നത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിന് ജാഗ്രത പാലിക്കേണ്ട ബാധ്യത സഖാബിക്കായുടെ പ്രസ്ഥാനത്തില് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. അപ്രായോഗികമായ വാഗ്ദാനങ്ങളും തട്ടിപ്പുകളും പറഞ്ഞാണ് അദ്ദേഹം അധികാരത്തിലെത്തിയതെന്നും ഇത്രയും വലിയൊരു നയവഞ്ചകൻ വേറെയില്ലെന്നും മണി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഊട്ടി പാലം കടത്തിത്തരാം എന്നൊക്കെ പറയുന്നത് പോലെയുള്ള തട്ടിപ്പുകളാണ് അദ്ദേഹം നടത്തുന്നതെന്നും മണി ആരോപിച്ചു. കണ്ടാൽ സുന്ദരനാണെങ്കിലും ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന ആളാണ്. മനോഹരമായി നന്നായി ചിരിക്കും. വെളുത്ത ആളാണ്. ചിരി കണ്ടാൽ വീണുപോകും, പക്ഷേ ഒന്നാന്തരം തട്ടിപ്പുകാരനാണ് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട എന്ന് മണിയാശൻ പറഞ്ഞു. V.S. അച്യുതാനന്ദൻ, പിണറായി വിജയൻ സർക്കാരുകൾ നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ തകർക്കാനാണ് സതീശന്റെ സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അനിവാര്യമാണെന്നും മണി പ്രസംഗത്തിൽ വ്യക്തമാക്കി. ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്ന ഇത്തരം നയവഞ്ചകർക്കെതിരെ ജാഗ്രത പാലിക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടെന്നും മണി കൂട്ടിച്ചേർത്തു. അടുത്തിടെ വനം മന്ത്രി ഷിബു ബേബി ജോണിനെതിരെ അധിക്ഷേപ വാക്കുകൾ എം എം മണി പറഞ്ഞിരുന്നു. ഷിബു ബേബി ജോൺ വിവരം കെട്ടവനാണെന്നും കടപ്പുറത്ത് കിടക്കുന്ന വനം മന്ത്രിക്ക് വനത്തെക്കുറിച്ച് എന്തറിയാമെന്നും എം എം മണി പരിഹസിച്ചു. വനവുമായി ബന്ധമുള്ളയാളെ വനമന്ത്രിയാക്കണമായിരുന്നുവെന്നും എം എം മണി പറഞ്ഞു. മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ നേരിടണമെന്നും അവയെ കൊല്ലുന്നതിൽ തെറ്റില്ലെന്നും വിവാദ പ്രസ്താവനയും എം എം മണി പറഞ്ഞിരുന്നുവെന്ന്. മന്ത്രി വിവരക്കേടുകൊണ്ട് പറയുന്നതാണ്. വന്യജീവി മാറിയിട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോ? അയാൾ വിവരം കെട്ടവനാണ്. മന്ത്രി വന്യജീവിക്ക് ക്ലാസ് എടുക്കട്ടെ. അയാൾക്ക് ഇത് വല്ലതും അറിയോ? കടപ്പുറത്തുള്ള ആളല്ലേ. ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യമുള്ള ജില്ലയാണ് ഇടുക്കി. UDFന്റെ 5 പേർ ഇവിടെ നിന്നും ജയിച്ചിട്ടുണ്ട്. അന്തവും കുന്തവും ഇല്ലാത്തവരെ മന്ത്രിയാക്കിയിട്ട് എന്താ കാര്യം എന്നാണ് എം എം മണി അധിക്ഷേപിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ നടപടിയെടുക്കാത്തതിന് വനം വകുപ്പിനെയും മന്ത്രി ഷിബു ബേബി ജോണിനെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പുതിയ വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിന് വിഷയത്തിൽ ഒരു വിവരവുമില്ലെന്ന് മണി ആരോപിക്കുന്നു. വന്യജീവി ആക്രമണത്തിന് ഒറ്റമൂലിയില്ലെന്ന മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കവെയായിരുന്നു എം എം മണിയുടെ ഈ വിവാദ പരാമർശം. മനുഷ്യജീവിതത്തിന് പാരയായി നിൽക്കുന്ന ഏത് മൃഗങ്ങളെ നേരിടുക വേണമെന്നും
ഒരു വഴിയുമില്ലെങ്കിൽ അവയെ കൊന്നുകളയുന്നതിൽ തെറ്റില്ലെന്നുമാണ് തന്റെ അഭിപ്രായമെന്ന് എം മണി വ്യക്തമാക്കിയത്. ഹൈറേഞ്ച് മേഖലയിൽ തങ്ങൾ പണ്ടു മുതൽക്കേ വന്യമൃഗങ്ങളെ നേരിട്ടാണ് വളർന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് മണിയുടെ ഈ പ്രതികരണം. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ എല്ലാം വാങ്ങിച്ച് നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് നല്ല ഭംഗിയായി ഞങ്ങൾക്കിട്ട് വെച്ചു. നിങ്ങൾ എനിക്കൊരു ചായ മേടിച്ചു തന്നാൽ അതിന്റെ മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കണ്ടേ? വോട്ടർമാരെ നന്ദിയില്ലാത്തവരെന്ന് വിളിച്ച് എം മണി അധിക്ഷേപിച്ചിരുന്നു. സർക്കാരിന്റെ പെൻഷനും ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടും വോട്ടർമാർ നന്ദികേട് കാണിച്ചെന്നായിരുന്നു CPM നേതാവ് എം മണി അടുത്തിടെ നടത്തിയ ഒരു വിവാദ പരാമർശം. ഇടുക്കിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു എല്ലാം വാങ്ങിക്കഴിച്ചിട്ട് തങ്ങൾക്കിട്ട് വെച്ചു എന്ന അർത്ഥത്തിൽ അദ്ദേഹം അന്ന് പ്രതികരിച്ചത്. സർക്കാർ നൽകിയ പെൻഷനും മറ്റ് ക്ഷേമ പദ്ധതികളും വാങ്ങിയ ശേഷം വോട്ടർമാർ തങ്ങൾക്കെതിരെ തിരിഞ്ഞെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. കേരളം കണ്ട വികസനത്തെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും വോട്ടർമാർ തിരിച്ചറിഞ്ഞില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ പരാമർശം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. മാത്രമല്ല VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനും എം മണിക്കുമെതിരെ വിമർശനവുമായി രംഗത്തെത്തി. പെൻഷൻ എന്നത് പാവപ്പെട്ടവരുടെ അവകാശമാണെന്നും അത് CPMന്റെ ഔദാര്യമല്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വിവാദം കനത്തതോടെ എം മണിയുടെ ഈ പ്രസ്താവന തള്ളി CPM സംസ്ഥാന നേതൃത്വം രംഗത്തു വന്നു. ഈ പ്രസ്താവന പാർട്ടിയുടെ CPMന്റെ നിലപാടല്ലെന്ന് CPM നേതാവ് MA ബേബി വ്യക്തമാക്കി. തുടർന്ന് താൻ നടത്തിയ പരാമർശം അബദ്ധമായി പോയെന്നും പാർട്ടി വിമർശനം ഉൾക്കൊള്ളുന്നുവെന്നും എം മണി ഒടുവിൽ പരസ്യമായി പ്രസ്താവിക്കുകയുണ്ടായി. നമ്മുടെ പല നേതാക്കന്മാരെയും വെടിവെച്ചും വെട്ടിയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ നേരിട്ടിട്ടുണ്ടെന്ന് എം മണി ഒരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. ജനങ്ങൾ അംഗീകരിക്കുന്ന മാർഗം സ്വീകരിക്കാം. തിരിച്ചടിച്ചാൽ ജനങ്ങൾ പറയണം അത് വേണ്ടതായിരുന്നുവെന്ന്. അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ പോയി എന്ന് എം മണി പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബലപ്രയോഗത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് കാണുന്നവരും കേൾക്കുന്നവരും ശരിയായെന്ന് പറയണം. ജനങ്ങൾ ശരിയില്ലെന്ന് പറയുന്ന മാർഗങ്ങൾ സ്വീകരിക്കരുതെന്ന് മണി പറഞ്ഞു. അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുമെന്നും പ്രസ്ഥാനം ദുർബലപ്പെടുമെന്നും എം മണി വ്യക്തമാക്കി. ഇതിനു മുൻപും എം മണി വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. 2012 മെയ് 25-നായിരുന്നു എം മണിയുടെ മണക്കാട്ടെ വിവാദ പ്രസംഗം. രാഷ്ട്രീയ എതിരാളികളെ പട്ടിക തയ്യാറാക്കി കൊലപ്പെടുത്തിയെന്നായിരുന്നു മണി പറഞ്ഞത്. ബേബി അഞ്ചേരി, മുട്ടുകാട് നാണപ്പൻ, മുള്ളൻചിറ മത്തായി എന്നിവരുടെ കൊലപാതകങ്ങളെക്കുറിച്ചാണ് മണി പ്രസംഗത്തിൽ പരാമർശിച്ചത്. ഇതേ തുടർന്ന് മണക്കാട് പ്രസംഗത്തിന്റെ പേരിൽ മണിയെ ഒന്നാം പ്രതിയാക്കി തൊടുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പ്രകോപനപരവും ഭീതി പരത്തുന്നതും ലഹളയ്ക്ക് പ്രേരിപ്പിക്കുന്നതുമായ പ്രസംഗം നടത്തിയതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ പോലീസ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതിനുമുള്ള വകുപ്പുകളും മണിക്കെതിരെ ചുമത്തിയാണ് അന്ന് കേസെടുത്തത്. അന്ന് ഈ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ലെന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. മണക്കാട്ടെ പ്രസംഗം വിവാദമായതിനെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ബേബി അഞ്ചേരി, മുട്ടുകാട് നാണപ്പൻ, മുള്ളൻചിറ മത്തായി എന്നിവരുടെ വധക്കേസുകളിൽ മണിയെ പ്രതിയാക്കി കേസെടുത്തിരുന്നു. ഇതിൽ ബേബി അഞ്ചേരി വധക്കേസിൽ മാത്രമാണ് തൊടുപുഴ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രസ്താവനയാണ്, ഇവിടെ ഒരു മഹതി സർക്കാരിനെതിരെ പ്രസംഗിച്ചു, ആ മഹതി വിധവയായിപ്പോയി, അത് അവരുടെ വിധി, ഞങ്ങളാരും ഉത്തരവാദികളല്ല എന്നായിരുന്നു നിയമസഭയിൽ മുൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെയും സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ച മുൻ വടകര MLA KK രമയ്ക്കെതിരെ എം മണി MLA ആയിരുന്നു വിവാദ പരാമർശം നടത്തിയത്. പരാമർശത്തിന് പിന്നാലെ വലിയ തോതിൽ പ്രതിപക്ഷ ബഹളമുണ്ടാക്കിയെങ്കിലും എം മണി പ്രസംഗം തുടരുകയായിരുന്നു. TP ചന്ദ്രശേഖരന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 ലക്ഷം പേരെ പീഡിപ്പിച്ചയാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കേരളം കണ്ട് ഏറ്റവും വൃത്തികെട്ട ആഭ്യന്തരമന്ത്രിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എൻ്റെ അഭിപ്രായം അതാണ് എന്നൊക്കെയാണ് എം മണി അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരു വിവാദ പ്രസ്താവനയാണ് മൂന്നാറിലെ പെമ്പള ഒരുമയ്ക്കെതിരെ വിവാദ പ്രസംഗം എം മണി അന്ന് നടത്തിയത്. അടിമാലി 20 ഏക്കറിൽ എം മണി എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇങ്ങനെയാണ്. അവിടെ ഇയാളുടെ കൂടെയാ, സബ് കളക്ടറുടെ കൂടെയാ, വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ പൂച്ച, പഴയ നമ്മുടെ പൂച്ച, ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പരിപാടിയും ഉണ്ടായിരുന്നു. പെമ്പിളെ ഒരുമയെ നടന്നു. അന്നും കുടിയും സകല വൃത്തികേടുകളും നടന്നിട്ടുണ്ട്. അവിടെ മനസ്സിലായില്ലേ, അടുത്തുള്ള കാട്ടിലായിരുന്നു പണി. അന്ന് ഒരു DYSP ഉണ്ടായിരുന്നു അന്ന്. ഏതാ? എന്നിട്ട് DYSPയുടെ പേര് പറയുന്നു. ആ എല്ലാവരും കൂടി ഇതൊക്കെ ഞങ്ങൾക്കറിയാം, മനസ്സിലായില്ലേ? ഞാനത് പറഞ്ഞു. ഇവിടെ ചാനലുകാരും കൂടെ പൊറുതിയാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഓ പിന്നെ, ആഹാ, പുള്ളിക്ക് അങ്ങ് ഉപേക്ഷിക്കാൻ പറ്റുമോ? പിന്നെ പലതും കേൾക്കുന്നുണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ഇങ്ങനെയായിരുന്നു അന്നത്തെ ആ പെമ്പിളെ ഒരുമ സമരത്തിനെതിരെ എം മണി വിവാദ പരാമർശം നടത്തിയത്. ഇനി മണിയുടെ മറ്റൊരു വിവാദ പരാമർശമാണ് അടിച്ചാൽ തിരിച്ചടിക്കണമെന്ന് പറഞ്ഞത്. തല്ലുകൊണ്ടിട്ട് വീട്ടിൽ പോകുന്നതല്ല നിലപാട്, അടിച്ചാൽ ഉണ്ടാകുന്ന കേസ് നല്ല വക്കീലിനെ വെച്ച് വാദിക്കും, തല്ലേണ്ടവരെ തല്ലിയാണ് താൻ ഇവിടെ വരെ എത്തിയതെന്നാണ് എം മണി അന്ന് പറഞ്ഞത്. CPM നെടുങ്കണ്ടം ഏരിയ സമ്മേളനത്തിലായിരുന്നു
മണിയുടെ ഈ വിവാദ പരാമർശം. അടിച്ചാൽ തിരിച്ചടിക്കണമെന്നും തിരിച്ചടിച്ചത് നന്നായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കണമെന്നും എം എം മണി അന്ന് ആ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതാദ്യമായിട്ടല്ല മണിയാശാന്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വരുന്നത്. CPM ഇതിനെ അദ്ദേഹത്തിന്റെ നാടൻ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ നാടൻ ശൈലികൾ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു മെഴുകുമെങ്കിലും ഇതങ്ങനെ ന്യായീകരിച്ചു മെഴുകാൻ പറ്റിയ കാര്യമല്ല. നാവെടുത്താൽ ചുരുളി ആയതുകൊണ്ട് തന്നെ ചുരുളിയാശാൻ എന്നൊരു പേരും സോഷ്യൽ മീഡിയയിൽ അങ്ങേർക്കുണ്ട്. വിവാദ പ്രസ്താവനകൾ എം എം മണിക്ക് പുതുമയല്ല. എന്നാൽ ഓരോ തവണയും ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ഇത്തവണയും അതുതന്നെയാണോ സംഭവിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.